ഞാൻ ഡിലീറ്റ് ആക്കിയ ബ്ലോഗിലുണ്ടായിരുന്നേ ഞാനൊരു മൂക്കുത്തിയും മോതിരം എടുത്ത കാര്യം. അപ്പം വീട്ടിൽ വന്ന് നോക്കി പാണ്ടടാ, ആദ്യമായിട്ടൊരു ജ്വല്ലറിക്കാർ, അതും ഭീമക്കാർ നമുക്കൊരു ഗിഫ്റ്റ് വെച്ചേക്കുന്നത്. അപ്പം ഞാനത് നിങ്ങളെയും കൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. വലിയ ഗിഫ്റ്റ് ഒന്നും അല്ല, ഒരു ചെറിയ ഗിഫ്റ്റാണ്. പക്ഷേ ആദ്യമായിട്ട് അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുമിച്ച് അൺബോക്സ് ചെയ്യാം. ആണ്ട് അതേ കിടക്കുന്ന എൻ്റെ ഭീമ ജ്വല്ലറിയുടെ ഗിഫ്റ്റും കൂടുമല്ല ഞാൻ കൊണ്ടുപോയി വെച്ച് അതേവിടെ ഇരിപ്പുണ്ട്. നമുക്ക് നോക്കാം. അതിനകത്ത് ബില്ലുണ്ട്, ഒരു പേഴ്സുണ്ട്. പേഴ്സ് തരക്കേടില്ല കേട്ടോ, അത്യാവശ്യം നല്ല പേഴ്സാണ്, കാണാനൊക്കെ അടിപൊളിയാണ്. പിന്നെ ഇതാ ഇരിക്കുന്നു, ഇതോ ഭീമാക്കാർ എനിക്ക് തന്ന ഗിഫ്റ്റ്. വാ സൂപ്പർ. അപ്പം ഗിഫ്റ്റ് നമുക്ക് തുറന്ന് നോക്കാം. എന്താണ്? ഓ മൈ ഗോഡ്, ഭീമയുടെ ലേബലുള്ള ഗ്ലാസ്. വാവ്, അടിപൊളി. പ്ലെയിൻ ഗ്ലാസ് ആയിരുന്നെങ്കിൽ പിന്നെ ഞാൻ സാഡായനെ, പക്ഷേ ഭീമയുടെ ലേബലൊക്കെ വെച്ച് കൊള്ളാം കേട്ടോ. കൊള്ളാം. അടിപൊളി, എനിക്കിഷ്ടമായി. അപ്പോൾ താങ്ക് യു ഭീമ. ഞാൻ ഡിലീറ്റ് ആക്കിയ ബ്ലോഗിലുണ്ടായിരുന്നേ ഞാനൊരു മൂക്കുത്തിയും മോതിരം എടുത്ത കാര്യം. അപ്പം വീട്ടിൽ വന്ന് നോക്കി പാണ്ടടാ, ആദ്യമായിട്ടൊരു ജ്വല്ലറിക്കാർ, അതും ഭീമക്കാർ നമുക്കൊരു ഗിഫ്റ്റ് വെച്ചേക്കുന്നത്. അപ്പം ഞാനത് നിങ്ങളെയും കൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. വലിയ ഗിഫ്റ്റ് ഒന്നും അല്ല, ഒരു ചെറിയ ഗിഫ്റ്റാണ്. പക്ഷേ ആദ്യമായിട്ട് അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുമിച്ച് അൺബോക്സ് ചെയ്യാം. ആണ്ട് അതേ കിടക്കുന്ന എൻ്റെ ഭീമ ജ്വല്ലറിയുടെ ഗിഫ്റ്റും കൂടുമല്ല ഞാൻ കൊണ്ടുപോയി വെച്ച് അതേവിടെ ഇരിപ്പുണ്ട്. നമുക്ക് നോക്കാം. അതിനകത്ത് ബില്ലുണ്ട്, ഒരു പേഴ്സുണ്ട്. പേഴ്സ് തരക്കേടില്ല കേട്ടോ, അത്യാവശ്യം നല്ല പേഴ്സാണ്, കാണാനൊക്കെ അടിപൊളിയാണ്. പിന്നെ ഇതാ ഇരിക്കുന്നു, ഇതോ ഭീമാക്കാർ എനിക്ക് തന്ന ഗിഫ്റ്റ്. വാ സൂപ്പർ. അപ്പം ഗിഫ്റ്റ് നമുക്ക് തുറന്ന് നോക്കാം. എന്താണ്? ഓ മൈ ഗോഡ്, ഭീമയുടെ ലേബലുള്ള ഗ്ലാസ്. വാവ്, അടിപൊളി. പ്ലെയിൻ ഗ്ലാസ് ആയിരുന്നെങ്കിൽ പിന്നെ ഞാൻ സാഡായനെ, പക്ഷേ ഭീമയുടെ ലേബലൊക്കെ വെച്ച് കൊള്ളാം കേട്ടോ.